അനുശ്രീ കേസ് കോടതിയിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറഞ്ഞ പോലെ നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുക. അന്നവളുടെ കാല് പിടിച്ചപ്പോ നിന്റെ കരണത്തൊന്ന് തരാനാ തോന്നിയേ. പിന്നെ നീ ജയിലിൽ നിന്നിറങ്ങിയ സന്തോഷത്തിന് ഞാനത് വിട്ടു. എന്തായാലും അപ്പുറത്തുള്ളവരോട് വലിയ സഹതാപമൊന്നും വേണ്ട. അനുശ്രീ കേസ് പിൻവലിച്ചൊന്നും പറഞ്ഞ് ബാലന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല, അല്ലേട്ടാ? അലോക് പറഞ്ഞതിനെ വേറെ തരത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട അച്യുതാ. കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ ശത്രുത തന്നെയാ. പക്ഷേ ഇപ്പോ ആ ഉദയഭാനു ചെയ്തത് അംഗീകരിക്കരുതെന്നാ അലോക് പറയുന്നത്. അംഗീകരിക്കരുതെന്നോ? അംഗീകരിക്കും. ദേവമംഗലത്തെ തകർക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും. ബാലം വിതച്ചതെന്തോ അതവൻ കൊയ്യും. നമ്മുടെ കടയിലെ പണിക്കാരനായി വന്നിട്ട് നമ്മുടെ അനിയത്തെ കട്ടോണ്ട് പോയവനാ അവൻ. അവനപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയേ തീരൂ. ദൈവമായിട്ട് കൊടുത്തതാ. നമ്മൾ അനുഭവിച്ചത് അവനും അനുഭവിക്കട്ടെ. അല്ലച്ച, ഞാൻ പറഞ്ഞു വരുന്നത്... നീ ഒന്നും പറയണ്ട. ഇത് ഞങ്ങൾ മുതിർന്നവര് തീർത്തോളാം. പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന അമേരിക്കൻ ആലോചന അത് ഉടനെ നടക്കും. നീ ചെല്ല്. അച്ഛാ, പോടാ. എടാ ചെല്ലാൻ. അല്ല, ഏട്ടനെന്താ ന്യൂട്രലായിട്ട് അങ്ങ് നിന്നേ? അവൻ പറഞ്ഞത് കാര്യമല്ലേ അച്യുതാ? എന്ത് കാര്യമെന്ന്? എന്ത് കാര്യം? അവൻ പറഞ്ഞ കാര്യമാണത്രേ. ഓ, അപ്പോ ഏട്ടൻ വലിയ ഹരിചന്ദ്രനാവുകയാണോ? ദേവമംഗലംകാരോട് ഏട്ടന് കൂറുണ്ടെങ്കിൽ അത് പറ. ഞാനും രാജശ്രീ അങ്ങ് മാറിത്തരാം. ഏട്ടനും ദേവമംഗലവുമായിട്ടുള്ള നല്ല ബന്ധത്തിന് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നീ പോയിക്കോടാ. അല്ല, അത് പിന്നെ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ? ഞാൻ എങ്ങനെ പറഞ്ഞു എന്നാ നീ പറയുന്നേ? നേരെ ചെന്ന് ആ ബാലന്റെ തോളെ കൈയിടാൻ ഞാൻ പറഞ്ഞോ? അലോക് പറഞ്ഞതിന്റെ ഒരു വശം ഞാൻ പറഞ്ഞു. ആ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. എടാ, ഏത് കാര്യവും നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചല്ലേ നടപ്പിലാക്കുന്നത്. ആ മതി, എനിക്കത് കേട്ടാ മതി. എന്തു വന്നാലും ദേവമംഗലംകാരോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല, അതുറപ്പാ. അതില് ഏട്ടന്റെ മനസ്സിലാക്കിയ എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. എടാ, നീ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ച് ഏത് കാര്യവും തീരുമാനിക്കൂ. ആ, അല്ല, അതുപോലെ അലോകനെ ഏട്ടനൊന്ന് ഉപദേശിക്കണം. എന്തുപദേശിക്കണമെന്ന്? അവന്റെ മനസ്സ് അനുശ്രീയിലോട്ട് ചാഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അത് നടക്കാൻ പോണില്ലാന്ന് ഏട്ടൻ അവനോടൊന്ന് പറയണം. വരട്ടെ. സത്യം പറഞ്ഞ എനിക്ക് ദേവമംഗലത്തിൽ ചെന്ന ആ ബാലനെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. തകർന്ന് നാശകോശമായി നിൽക്കുകയായിരിക്കും. അതൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ ഇത്? എന്നോട് ക്ഷമിക്കണം മോനെ. എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചത്.
ഞാനാ തെറ്റ് ചെയ്ത്. അച്ഛ, ദൈവീത് അച്ഛൻ എന്നോട് മാപ്പ് പറയരുത്. അച്ഛൻ പറയട്ടെ. ഇത്രയും നാള് നിങ്ങളുടെയൊക്കെ മുമ്പില് തല ഉയർത്തി നിന്ന ആളാ ഞാൻ. പക്ഷെ ഇന്ന് എനിക്കതിനുള്ള അവകാശമില്ല. നിനക്കൊരു നല്ല ഭാവി കിട്ടുമെന്ന സന്തോഷത്തില് ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അതെന്റെ തെറ്റ, എന്റെ ഒരു അശ്രദ്ധ. നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. അച്ഛൻ അയാളെ വിശ്വസിച്ചു പോയടാ. മനുഷ്യരെ വിശ്വസിക്കാനേ അച്ഛൻ പഠിച്ചിട്ടുള്ളൂ. അവരുടെ ഉള്ളിൽ കണ്ടെത്താൻ അച്ഛൻ പഠിച്ചിട്ടില്ല. ഉദയഭാനുവിനെ കണ്ണടച്ച് വിശ്വസിച്ചു. അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ കരുതി. ഒന്നും അച്ഛൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ല. എനിക്കറിയാം അച്ഛ, എനിക്ക് അച്ഛനെ അറിയാം. അച്ഛൻ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അച്ഛനെ എനിക്ക് ഇങ്ങനെ കാണാൻ വയ്യാത്തോണ്ടാ നേരത്തെ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ തുറന്നു പറയാത്തത്. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തില്ല. എന്റെ അച്ഛൻ ആരാണെന്നേ അതെനിക്കറിയാം. അച്ഛ, ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തില്ല. എന്റെ അച്ഛൻ ആരാണെന്നേ അതെനിക്കറിയാം. ഇതില് അച്ഛന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നമ്മളൊക്കെ അവരെ വിശ്വസിച്ചില്ലേ? അച്ഛൻ മാത്രമൊന്നുമല്ലല്ലോ. അതെ അച്ഛാ, ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മക്കളോട് സ്നേഹമുള്ള ഏതൊരമ്മയും പറയുന്ന മാത്രമേ താനും പറഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ മോനെ ചതിക്കാൻ കൂട്ടു നിൽക്കൂ ഗോമതി. അച്ഛൻ വിഷമിക്കല്ലേ. അച്ഛന്റെ കണ്ണ് നിറഞ്ഞ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ സങ്കടപ്പെടല്ലേ. ഞങ്ങൾ എല്ലാവരും അച്ഛന്റെ കൂടെയുണ്ട്. അങ്ങളെ, ഇനി ഇതൊന്നും ഓർക്കല്ലേ, വിട്ടേക്ക്. ഗോമതി, നമ്മുടെ മക്കളുടെ ഭാവി ഞാൻ നശിപ്പിക്കും. ഇത്രയും വർഷം എന്നോടൊപ്പം ജീവിച്ച നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ബാലേട്ട, നമ്മുടെ മക്കളെക്കാൾ വലുതായി ബാലേട്ടന് മറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാം. അറിയാതെ ഞാൻ പറഞ്ഞു പോയതൊക്കെ ബാലേട്ടൻ പൊറുക്കണം. ഇനി ആരും ഈ വീട്ടിൽ ഇതേക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ അച്ഛാ, ഇനിയും ഏട്ടത്തെയും കുടുംബമൊന്നും നമ്മുടെ ചർച്ചകളിൽ വരാൻ പാടില്ല. അവരുടെ വഴിക്ക് പോട്ടെ. ഈ കുടുംബം ഏട്ടത്തെയും തമ്മിലുള്ള ബന്ധം അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്നതാണോ ആകാശൻ?
ഏട്ടത്തി ചെയ്ത തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ചെയ്യാനിടയായ സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഏട്ടത്തി നമ്മൾ ഇവിടെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. മീനു, പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? നിങ്ങളെക്കാൾ ഞാൻ സ്നേഹിച്ചത് അവളെയല്ലേ? അവളുടെ സ്വത്തും പണവും കണ്ടിട്ടാണോ ഞാൻ അവളെ സ്നേഹിച്ചത്? പറ, ആണോന്ന്? എന്റെ മൂത്ത മോളായിട്ടല്ലേ ഞാൻ അവളെ കണ്ടത്? അവള് സ്കൂളിൽ പോകുമ്പോ ചോറ് പൊതിഞ്ഞ് കൊടുത്തു വിടും ഞാൻ. അവള് വീട്ടിൽ തിരിച്ചു വരാൻ 5 മിനിറ്റ് വൈകിയ നെഞ്ചടിപ്പോടെയാ ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവളെ സ്നേഹിച്ചത്. ഏതെങ്കിലും മക്കള് സ്വന്തം അമ്മയെ ചതിക്കോ? അവർക്ക് ചതിക്കാൻ പറ്റുമോ? എന്റെ മുന്നിൽ ചിരിച്ച് സംസാരിക്കുമ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴും അവളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളെ ഞാൻ പറ്റിക്ക, നിങ്ങളൊരു വിഡ്ഢിയ, ഇതല്ലായിരുന്നോ? ശരിയാ, ഞാനൊരു പൊട്ടിയ, എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു മണ്ടത്തിയ. അമ്മേ, മോനെ, മോളെ, ദേവി, മോളെ, അയ്യോ, അയ്യോ മോളെ, എന്തു പറ്റി? ശ്രീകലേ, ഈ മോളിൽ ഇവിടെ ഇരിക്കും, ഞാൻ വെള്ളം വാങ്ങിച്ചോണ്ട് വരാം. വേഗം വാ മോളെ. മതി, നിർത്തു നിന്റെ കരച്ചില്. എന്നെ എന്റെ കുടുംബത്തിനെയും ചതിച്ച ഉദയഭാനുവിന്റെ മകള് ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. മോളെ, നീ എങ്ങോട്ടായി പോകുന്നേ? എന്താ എനിക്ക് തിരിച്ചു പോണം. മോളെ ദേവി, എന്താ നീ ഈ പറയുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല. എന്റെ ഭാഗമൊന്നും ഞാൻ പറഞ്ഞില്ല.
നിന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. എന്റെ ഭാഗത്ത് ശരികളൊക്കെ എനിക്ക് പറയണം, എന്നാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. എന്റെ പൊന്നു മോളെ, ഇപ്പൊ തന്നെ ആ ബാലൻ എന്നെ തല്ലായിരുന്നത് ഇടയ്ക്ക് കയറി നീ നിന്നതുകൊണ്ടാ. ഇനി അവിടെ ചെന്നാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇനി നീ ആരുടെ കാല് പിടിക്കാൻ പോകുന്നില്ല. കാല് പിടിച്ചൊക്കെ മതി. നീ ധൈര്യമായിട്ട് ഇരിക്കേ. അന്തസ്സായിട്ട് അമ്മ നിന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റും. അതിന് എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവരോട് സംസാരിക്കണം. മോളെ, ദേവി, പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ശരിയാവില്ല, വലിയ കുഴപ്പമാകും. എനിക്ക് പോയേ പറ്റൂ. പോകണമല്ലേ? നിനക്ക് അങ്ങോട്ട് പോണമല്ലേ? ഇപ്പൊ നീ അങ്ങോട്ട് ചെന്ന് കയറിയാലുണ്ടല്ലോ, പിന്നെ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ. അവനുണ്ടല്ലോ, നിന്റെ ഭർത്താവ് ആനന്ദ്, അവൻ ഈ അച്ഛനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. വാ ഇങ്ങോട്ട്. തൽക്കാലം നീ ദേവമംഗലത്തേക്ക് തിരിച്ചു പോകുന്നില്ല. ഇങ്ങോട്ട് വരാൻ. എനിക്ക് പോണം. എനിക്കൊന്ന് സംസാരിക്കണം. അതിനുള്ള സമയം ഇതല്ല. സമയം വരും. വാ ഇങ്ങോട്ട്. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാടി ഇങ്ങോട്ട്. മീനു, എല്ലാവർക്കും ഉള്ളത് എടുത്തു കൊടുക്ക. അമ്മ, ഇത് കഴിക്കേ. എനിക്ക് വേണ്ട മീനു, അങ്ങനെ പറഞ്ഞ പറ്റില്ല. എനിക്ക് വിശപ്പില്ല. അച്ഛാ, ആര്യ, മിത്രേ, ഇങ്ങനെ ആരും ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ പട്ടിണിയിരിക്കും? എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പട്ടിണി നടക്കുന്നേ? നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ആരുടെങ്കിലും ജീവിതം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ദ്രോഹിച്ചതൊക്കെ നമ്മളെയാ. എന്നിട്ട് പിന്നെന്തിനാ നമ്മളെ തന്നെ ശിക്ഷിക്കുന്നേ? അമ്മ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് അമ്മയുടെ ആരോഗ്യം നശിപ്പിക്കുന്നേ? അച്ഛ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇവൻ വെറുതെ. എടാ ആര്യ, നിനക്ക് ജോലിക്ക് പോണ്ടേ? നീ എന്തിനാ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നേ? നീ കഴിക്ക്. മോളെ മിത്രേ, നീ ആരും ഓർത്തേക്ക് വിഷമിക്കുന്നേ? നീ കഴിക്ക്. മീനു, നീ കഴിക്ക്. കഴിക്ക്. അരുകുട്ടി, പോയവര് പോയി. അവര് പോകേണ്ടവരായിരുന്നു. നീ എന്തിനിങ്ങനെ ചുമ്മാ സങ്കടപ്പെട്ടിരിക്കുന്നേ? നീ കഴിക്ക്. വെറുതെ. നിങ്ങൾ ആരും സങ്കടപ്പെടണമെന്നേ. ശരിക്കും ഇപ്പോഴാ ഈ വീടൊന്ന് വൃത്തിയായത്. അവളെ പോലൊരു പെണ്ണും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവള് പോയി, തീർന്നു.
ഇനി അവളെ ഓർത്ത് ആരും വേദനിക്കണ്ട. ഒരാള് പോലും പട്ടിണി കിടക്കണ്ട. നമ്മളാരും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാൻ പാടില്ല. അല്ല പിന്നെ കള്ളി പോയി. കഴിക്കേ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും ആഹാരം കഴിക്കാൻ. ബാലേട്ടാ കഴിക്കേ. അനു, എടാ ആര്യ, ഭക്ഷണം കഴിക്കേ. ദേ, ഈ വീട്ടിൽ ഒരാളും പട്ടിണി കിടക്കരുത്. എനിക്കൊരു വിഷമമില്ല. അല്ല, ഞാൻ എന്തിനാ വിഷമിക്കണം? എനിക്കൊരു വിഷമമില്ല. എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് യാതൊരു സങ്കടവുമില്ല. എനിക്ക് യാതൊരു വേദനയില്ല. ഞാൻ അവളെ മറന്നു കഴിഞ്ഞു. എനിക്ക് പറ്റുന്നില്ല വീണ്ടും. നിന്നെ അടിച്ചിറക്കിയ ദേവമംഗലത്തുകാര് തന്നെ നിന്നെ തിരിച്ചു വിളിക്കും. ഇന്ന് നമ്മൾ അനുഭവിച്ച അപമാനം ഈ സ്ത്രീകളെ ഒരിക്കലും മറക്കത്തില്ല. എന്റെ മോൾ ആ മുറ്റത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ മുറ്റത്ത് വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഇരട്ടി അപമാനവും കണ്ണീരും ഞാൻ ദേവമംഗലത്തുകാർക്ക് കൊടുത്തിരിക്കും. ദേവമംഗലത്തിന്റെ പടിയിറങ്ങുമ്പോ ഒരാള് പോലും എന്നെ ഒന്ന് വിശ്വസിച്ചില്ലല്ലോ എന്ന വേദനയോടെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. മാമ